യുവവാണി. വെല്ലുവിളികളെ അതിജീവിച്ച നേട്ടങ്ങൾ കൊയ്ത 2026 യുവജനക്ഷേമ കമ്മീഷന്റെ യുവപ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇഖ്ബാലുമായുള്ള അഭിമുഖത്തിന്റെ തുടർഭാഗമാണിന്ന്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെങ്കിലും ആം റെസ്ലിംഗ് സ്റ്റോറീസ് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എഴുത്താണ്. എന്താണ് എഴുത്തെന്ന് പറയുന്നത്? ഒരു ആശ്വാസമാണോ, അതല്ലെങ്കിൽ ഈ സ്വപ്നങ്ങള് പേപ്പറിലേക്ക് പകർത്താനുള്ള എന്താണ് അതിന്റെ പുറകിൽ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഒന്നെങ്കിൽ നമ്മള് എക്കാലം ഓർമ്മിക്കപ്പെടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എഴുതണം, അല്ലെങ്കിൽ നമ്മളെ പറ്റി ആരെങ്കിലും എഴുതണം എന്നുള്ളത്. ഇതിൽ എന്താണ് അമലിലൊരു എഴുത്ത് കഥകൾ പറയാനുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ ഡള്ളായി നിൽക്കുന്ന സമയത്ത്, എന്താ പറയാ, അശാന്തനായി നിൽക്കുന്ന സമയത്ത്, ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത്, എന്റെ പ്രശ്നങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചിരുന്നത് പുസ്തകങ്ങളായി. അതിൽ നിന്നാണ് 2019 ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഉപ്പച്ചി എഴുതും. 2019 മുറികൂട്ടി എന്നുള്ള ഷോർട്ട് ഫിലിം നമ്മളെ ആദ്യ കൊറോണയുടെ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയമാണ്. കാരണം എനിക്കാണെങ്കിൽ പ്രോഗ്രാം ഇല്ല, എന്ത് ചെയ്യും, വാട്ട് കാൻ വി ഡു എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ഞാന് മുറികൂട്ടി എന്നുള്ള ആശയം ഉപ്പക്ക് പറഞ്ഞു കൊടുത്തു. അത് ഉപ്പച്ചി, ഞാനും ഉപ്പച്ചിയും ആണ്. ഞാൻ പറഞ്ഞിട്ട് ഉപ്പച്ചി എഴുതി. അത് 3 ലക്ഷം ആളുകൾ FB-യിൽ ഷെയർ ചെയ്തു. നമ്മുടെ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ടൊരു ത്രെഡ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? ആ, ക്വാറന്റൈനായിട്ട് ബന്ധപ്പെട്ട ത്രെഡ് ആയിരുന്നു. കേവലം 21 ദിവസം ക്വാറന്റൈനിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളോട് കാലാകാലങ്ങളായിട്ട് ക്വാറന്റൈൻ കഴിയുന്ന ആളുകളെ കഥ പറയുന്ന, ഞങ്ങളെ കഥ പറയുന്ന സിനിമ. അത് ഏകദേശം ഒരു 3.5 ലക്ഷം ആളുകൾ FB-യിൽ ഷെയർ ചെയ്തു. ജോർജ് മാം ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഒരൊറ്റമൂലിയായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി, ഇത് എതെടുത്ത് കണ്ടാൽ മതി എന്ന്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു റെക്കഗ്നേഷൻ ആണത്. പിന്നെ 2021 വീണ്ടും അമൽ എന്നുള്ള ഷോർട്ട് ഫിലിം ശ്രീ വിനോദ് കോവിഡ് സാറിന്റെ കൂടെ ചെയ്തു. എന്റെ ഉപ്പ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമ. അത് കണ്ടിട്ട് സിദ്ധി കൊടിയത്തൂർ എന്നുള്ള ഒരു ഹോം ഫിലിം സംവിധായകൻ, മൂപ്പരുടെ ആദ്യ സിനിമാ സംരംഭത്തില്, ആദ്യ ബിഗ് സ്ക്രീൻ ചിത്രത്തിൽ, ആകാശം കിടന്ന് എന്നുള്ള ബിഗ് സ്ക്രീൻ ചിത്രത്തിൽ വിജയകുമാർ എന്നുള്ള നായകന്റെ കൂടെ, അതായത് നരസിംഹത്തിന്റെ ഇൻട്രോ പറയുന്ന നായകന്റെ കൂടെ അഭിനയിച്ചു. മകനായിട്ട് റസൽ എന്നുള്ള കഥാപാത്രം അഭിനയിച്ചു. വലിയൊരു നേട്ടമാണ്. അതിനുശേഷം അല്ലെങ്കിൽ അവന്റെ കൂടെ എന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തത് നമ്മുടെ ദുൽഖർ സൽമാന്റെ കസിനായിട്ടുള്ള ഒരു മക്ബൂൽ സൽമാൻ സാറാണ്. മക്ബൂൽ സൽമാൻ സാറാണ് എന്റെ അളിയനായിട്ട് അഭിനയിച്ചത്. അപ്പൊ അതൊക്കെ ഈ ലെവലിൽ സ്വപ്നങ്ങളെ പിന്നാലെ പാഞ്ഞു കഴിഞ്ഞാൽ, ഭ്രാന്തമായി അലഞ്ഞു കഴിഞ്ഞാൽ, ഓടിക്കഴിഞ്ഞാൽ, നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ തടയാൻ ആവില്ല. ഇനി കഥകൾ നേരെ ഞാൻ പ്രകൃതിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. കാരണം റിവർ റാഫ്റ്റിംഗ് എന്നൊരു സംഭവം കൂടെ പ്രൊഫൈലിൽ കണ്ടു. എങ്ങനെയാണ് അത്? ഒരു പ്രകൃതിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണോ, അതല്ലെങ്കിൽ ഇനി ഒരു വെറൈറ്റി എന്നുള്ള രീതിക്കാണോ? എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുത്തത്? ഞാൻ ഓരോ അച്ചീവ്മെന്റ് എടുക്കുമ്പോഴും, ഓരോ കൊല്ലം ഓരോ അച്ചീവ്മെന്റ് എടുക്കുമ്പോഴും അതിലൊരു വെറൈറ്റി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് ഒരു ജോണറിൽ നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷമയില്ല, ഇഷ്ടമില്ല. അപ്പൊ ഓരോ ഇയറിലും ഓരോ ജോണറിൽ കാര്യങ്ങൾ നീക്കാന്നുള്ളത്. അപ്പൊ 2018 മോഡൽ യുവൻ പാർലമെന്റ് കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നത്. ആ മത്സരത്തിൽ ജയിച്ചിട്ട് സെലക്ഷൻ കിട്ടിയിട്ടാണ് മസ്കറ്റിലേക്ക് കൊണ്ടുപോയത്. മസ്കറ്റിൽ നിന്ന് ഡിപ്ലോമസി അവാർഡ് കിട്ടിയത്. അതിന്റെ സന്തോഷമായിട്ട് ഫാമിലി മെമ്പേഴ്സ് എന്നെ കൊണ്ടുപോയതാണ്. ഫാമിലി മെമ്പേഴ്സ് എന്നെ ഉപ്പനെയും കൊണ്ടുപോയതാണ്. അല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് ആളുകൾ, കേരളത്തിനകത്തും പുറത്തായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങള് ഷിംലയില് കുളുവിലെത്തിയപ്പോ റിവർ റാഫ്റ്റിംഗ് എന്നുള്ള ഗെയിമിനെ പറ്റിയിട്ട് കേട്ടു. അപ്പൊ ഞാൻ ഉപ്പനോട് പറഞ്ഞ് പിന്നെ ഉപ്പച്ച് നമുക്ക് ഈ ഗെയിമിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ. അപ്പൊ ഉപ്പച്ച് വന്ന് നിനക്ക് ഇതിൽ ചെയ്യാൻ പറ്റൂല, കാരണം ആസ്മ അതേപോലെ തന്നെ സെൽവാസിയുള്ള ആളുകൾ ഇതിൽ കയറ്റില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ഉപ്പയോട് കാര്യം പറഞ്ഞു, നമ്മൾ ഇതുവരെ എത്തിയിട്ട് തിരിച്ചു പോവാന്നുള്ളത് ഇതുവരെ എത്തിയിട്ട് ഇത് കാണാതെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ തിരിച്ചു പോവാന്നുള്ളത് സങ്കടകരമായ അവസ്ഥയാണ്. അങ്ങനെ ഉപ്പച്ചി എന്റെ കൂടെ വന്നു. ഉപ്പച്ചിന് എന്റെ ധൈര്യത്തിന് അവര് കീഴടങ്ങി, എന്റെ ധൈര്യത്തിന് മുന്നിൽ അവര് കീഴടങ്ങി. കുളുവിലാണ് ആദ്യമായിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്തത്. അതിനുശേഷം കണ്ണൂർ കർണാടക ബോർഡറിൽ തേജസ്വിനി പുഴയില് റിവർ റാഫ്റ്റിംഗ് ചെയ്തു. അത് വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കേൾക്കുമ്പോ കൊതിയാവുന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മള് ചെയ്തതെന്ന് വെച്ചാല് ഷിംലയിൽ 9,000 അടി ഉയരമുള്ള കുഫ്രി മലയിൽ കയറിയ ഒരു എക്സ്പീരിയൻസ്. അതായത് അവര് കുതിരപ്പുറത്താണ് കൊണ്ടുപോകും. അപ്പൊ എനിക്ക് കുതിരപ്പുറത്ത് പോകാൻ പറ്റില്ല, അതായത് 4 വീൽ ജീപ്പിൽ കൊണ്ടുപോകാന്നാണ്. അങ്ങനെ 4 വീൽ ജീപ്പിൽ പകുതി ദൂരം എത്തിയപ്പോ പിന്നെ റോഡ് ഒലിച്ചു പോയിട്ടുണ്ട്. മഴയത്ത് റോഡ് ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആ സമയം ഞാൻ അയാളൊന്നും പറയാതെ നമ്മളെ വഴിയിൽ ഇറക്കിയിട്ട് ഇനി ഇതിൽ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് റോഡിന്റെ നടുവിൽ ഇറക്കിയിട്ട് അയാൾ പോയി. അപ്പൊ എന്റെ ഉപ്പയുടെ കയ്യില് ഒരു ട്രാവൽ വീൽ ചെയർ ഞാനും ഉള്ളത്. അങ്ങനെ പതുക്കെ ഞങ്ങൾക്ക് പറ്റുന്നവരെ കയറി. അങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് -5 ഡിഗ്രിയാണ് തണുപ്പ് കേട്ടോ. അത് ആലോചിക്കണം, ശ്വാസം വിടാൻ കഴിയില്ല. അവര് എന്നെ ഉപ്പാനും കണ്ടിട്ട് വളരെ പുച്ഛത്തോടെ എന്തിനാണ് ഈ വയ്യാത്ത ചെക്കനെ കയറ്റണത് എന്നുള്ള ഭാവത്തോടെ ഒരു കാല് പിടിക്കാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്ന് ഒക്കത്ത് കെട്ടാനോ ഒന്ന് എടുക്കാനോ ഒന്നും അവര് സഹായിച്ചിട്ടില്ല. ഇത് കണ്ടിട്ട് ഒരു താഴ്വരയെന്ന് ഷിംലയിലെ താഴ്വരയെന്ന് ഒരു ചായക്കച്ചവടക്കാരൻ, കേവലം ഒരു 20-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചായക്കച്ചവടക്കാരൻ ഞങ്ങളെ പ്രയാസം കണ്ടിട്ട് താഴ്വരയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ഉപ്പയും കണ്ടത്. അവൻ വന്നിട്ട് പറയാണ്, ബായ് ഞാൻ ഇവനെ എടുത്തോളാം, പിന്നെ വീൽ ചെയർ പിടിച്ചാ മതി, ഇവനെ ഞാൻ എടുത്തോളാം. അപ്പം പറ്റി പറഞ്ഞു ഇവൻ നല്ല വെയിറ്റ് ആണ്, അപ്പൊ ഇവൻ നിനക്കെടുത്താ പൊന്തൂല, ഈ വീൽ ചെയർ പിടിച്ചിട്ട് ഞങ്ങളെ കൂടെ വന്നു. ഉപ്പ എന്നെ എടുത്തു, വീൽ ചെയർ അയാളുടെ കയ്യിൽ. അങ്ങനെ അവിടെ എത്തി ഈ കുഫ്രിമലയിൽ എത്തിയിട്ട് ഒരു വണ്ടർഫുൾ ചായ കുടിച്ചൊരു നിമിഷമുണ്ട്. അപ്പൊ ഈ ലൈഫിൽ കുടിച്ച ചായകളിൽ ഏറ്റവും മധുരമുള്ള ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ചായ ആയിട്ട് എനിക്ക് തോന്നി. അതൊരു വിജയത്തിന്റെ രുചിയും കൂടി ഉണ്ടാവും അല്ലേ? നമ്മൾ പകുതിക്ക് പെട്ടുപോയെങ്കിലും താഴോട്ട് ഇറങ്ങാതെ മുകളിലോട്ട് തന്നെ പോയല്ലോ. ഒന്ന് ഒപ്പിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ നേരിടുന്ന ആദ്യത്തെ പരാജയമായിരിക്കും. ആ പരാജയത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കും. അങ്ങനെ ഉയരങ്ങൾ കീഴടക്കി ഉപ്പയും മോനും കൂടെ അല്ലേ? ഉയരങ്ങൾ കീഴടക്കി. ഇപ്പൊ ഒരുപാട് മേഖലകൾ നമ്മളിങ്ങനെ പറഞ്ഞു. ആം റെസ്ലിംഗ് ഒരു സ്പോർട്സ് കൈൻഡ് ഓഫ് ഇതുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുത്തും കാര്യങ്ങളും ഉണ്ട്, അക്കാഡമിക്കലായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങളുണ്ട്. വെറൈറ്റി ഇഷ്ടപ്പെടുമ്പോഴും ഏതെങ്കിലും ഒന്നിനോട് ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ടോ? ഏതെങ്കിലും ഒന്നിനോട് ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതൽ എന്ന് വെച്ചാല് എനിക്ക് നല്ലൊരു സിവിൽ സർവന്റ് ഓഫീസർ ആവാം. നിങ്ങൾ ചോദിക്കുകയാണ് അടുത്ത 10 വർഷത്തിനുള്ളിൽ അമൽ ഇക്ബാൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ, ഞാൻ സിവിൽ സർവന്റ് ആയിട്ട് ഇന്റർവ്യൂക്ക് ഇരിക്കും. അപ്പൊ 2 കാര്യങ്ങളും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ ആം റെസ്ലറിനെയും എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുണ്ട്, ആൻഡ് അമൽ ഇക്ബാൽ IAS-നും എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും ആ സ്വപ്നം നടക്കും. എന്തുമാത്രമാണ് അമൽ ഇപ്പോ വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമൽ എന്ന് പറയുന്നത്. ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. എന്തുമാത്രമാണ് നമുക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പൊ നമ്മൾ പുറത്തു നിന്നിട്ട് ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം, നമ്മൾ സ്വപ്നങ്ങൾക്ക് പുറകെ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഉൾക്കൊള്ളുവോ? അതായത്
ലൈഫിന്റെ റിയൽ എക്സാമ്പിൾ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ അവരെ ടാക്കിൾ ചെയ്യുന്ന രീതിയിൽ അവരെ കൂടെ കൊണ്ടു നടക്കുന്ന രീതിയിൽ ലൈഫിന്റെ ചില എക്സാമ്പിൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, എരിയുന്ന യാഥാർത്ഥ്യങ്ങൾ, പുകയുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേട്ടിരുന്നു പോകും. നമ്മളെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ? ഭൂരിഭാഗം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എല്ലാവരും അല്ല കേട്ടോ, ഒരുപാട് നല്ല നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്നത് ഏതോ ഒരാളുടെ, അതായത് ഇപ്പൊ തോമസ് ആൽവ എഡിസൺ എന്നുള്ളത് സയന്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഐൻസ്റ്റീൻ എന്നുള്ളത് സയന്റിസ്റ്റ് ആണ്. ഇവരുടെ കഥ വെച്ചിട്ടാണ് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. അവരെങ്ങനെ സക്സസ് ആണെന്ന് വെച്ചാൽ അവിടുത്തെ അക്കാദമിക് സ്ട്രാറ്റജി അങ്ങനെ ആയതുകൊണ്ടാണ്, ആ ഒരു സ്ട്രക്ചർ ഓഫ് സ്റ്റഡി അങ്ങനെ ആയതുകൊണ്ടാണ്. അത് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വൺ ഫെയിലിയർ ആവും. അപ്പൊ ഈ നമ്മളെ റിയൽ ലൈഫിൽ ചില ഫോർമുലകളുണ്ട്, റിയൽ എക്സാമ്പിളുകൾ വെച്ചിട്ട് നമ്മൾ ചില ഫോർമുലകളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാ, വർക്കൗട്ട് ചെയ്യാ, കൂടെ നടക്കുക, അവരെ തൊഴിൽ കയറ്റി വർത്താനം പറയാ. വെറുതെ ഞാൻ ആദ്യമായിട്ട് പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാനല്ല, ക്ലാസ് എടുക്കാനല്ല വന്ന്, ഞാൻ ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാനാണ്, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയും. ആ ഒരൊറ്റ വാക്കിൽ തന്നെ അവര് വീഴും. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴും അമല് പറഞ്ഞു നമുക്ക് ഉഷാറാക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, ഇതൊരു ഏറ്റവും മനോഹരമായ യുവാണികളുടെ എക്കാലത്തെയും എപ്പിസോഡുകളിൽ ഏറ്റവും മനോഹരമായ എപ്പിസോഡുകളിൽ ഒരെണ്ണമായിരിക്കും എന്നുള്ളത് അപ്പോഴേ നമുക്ക് ഉറപ്പായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ആ ഡിസിഷൻ എടുക്കാൻ കാരണം രണ്ടുപേരും സംസാരിക്കുന്നു, പരസ്പരം സംസാരിക്കുന്നു, മാം എന്നെ ഇന്റർവ്യൂ എടുക്കുന്നു. പക്ഷെ എനിക്കൊരു നിർബന്ധമുണ്ട്, ഇന്റർവ്യൂ എടുക്കുന്ന ആളെ മുഷിപ്പിക്കാത്ത രീതിയിൽ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കറക്റ്റ് റിതമെറ്റിക്കൽ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഫോർമുല, ഒരു തോട്ട്. അപ്പൊ അത് ഇവിടെ വർക്ക്ഔട്ട് ആയി എന്നുള്ളതാണ്. അതിന് പറ്റിയ ആളെ കിട്ടി, ജോലിയായിട്ടുള്ള. അപ്പൊ വലിയ സന്തോഷം, വലിയ താങ്ക്സ് നിങ്ങളോട് പറയേണ്ടത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇനി വളരെ ജോളി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ നാട്ടുകാരെ പറ്റിയിട്ട്, അതായത് നാട്ടുകാരെ പറ്റി നല്ല വാക്കാണോ പറയാനുള്ളത്? ഇപ്പം അമല തന്നെ പറഞ്ഞു, ഇപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് പ്രശ്നത്തിൽ പെട്ടാലും നമ്മൾ സഹായിക്കും എന്നൊരു എലമെന്റ് ഉണ്ട്. എന്നാൽ അതേ സമയം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ആവശ്യമില്ലാത്ത കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്ന ഒരു നേച്ചറും നമുക്ക് തന്നെയുണ്ട്. ഇപ്പൊ ഇത്രയും പ്രായത്തിനുള്ളിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വേദനകളോ സങ്കടങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ നാട്ടുകാരുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ മലയാളികളുടെ സൈഡിൽ നിന്ന്? ഇഷ്ടം പോലെ. നമ്മള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ചാടിക്കാനും പുറത്തിറങ്ങി കഴിഞ്ഞാല് ഇക്ബാൽ എന്നാണ് എന്റെ ഉപ്പാന്റെ പേര്. ഇക്ബാൽ ഇവനെന്താ ഇത്രയും കാലം കാണിച്ചിട്ടും വലിയ മെച്ചം ഉണ്ടായിട്ടില്ലല്ലേ, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് നടത്തുന്ന കാര്യം, ഇവന് ബുദ്ധിയുണ്ടോ, അതേപോലെ തന്നെ നമ്മളെ മുഖത്ത് നോക്കിയിട്ടാ ചോദിക്കുക, ഇവന് ബുദ്ധിയുണ്ടോ, അവൻ സംസാരിക്കൂല, ഇവന്റെ നോട്ടെന്താ അങ്ങനെ, ഇത് എത്ര മാസം കൂടുമ്പോഴാ മാറുക, എന്നോട് ചോദിച്ചാൽ എത്ര മാസം കഴിയുമ്പോഴാ മാറുക, ഇതിന്റെ കാലാവധി എത്രയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ 3 വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഉപ്പച്ചി ഉമ്മച്ചി പറഞ്ഞ കാര്യമുണ്ട്, നീ ഇത് കേൾക്കണം, കേട്ടിട്ട് തഴമ്പിക്കണം, നിനക്ക് ഇത് പ്രശ്നമില്ലാതായി മാറണം. അങ്ങനെ അവര് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, അന്ന് മറിഞ്ഞു വീഴാത്ത കസാരയിലൊന്നും ഞാൻ, എന്റെ പഴയ കണ്ടീഷൻ പറഞ്ഞല്ലോ, അന്ന് മറിഞ്ഞു വീഴാത്ത കസാരയിലൊന്നും ഞാൻ ഇരിക്കില്ല. ഈ കൊട്ടക്കസാര എന്ന് പറയും, കൈയില്ലാത്ത കസാരയിലൊന്നും ഞാൻ, കയ്യിലുള്ള കസാരയിലാണ് ഞാൻ ഇരിക്കുക. അപ്പൊ ഇവര് കറക്റ്റ് കൊട്ടക്കസാരയിൽ ഇരുത്തിയിട്ട് ഒരു സൈഡിൽ മാറി നിൽക്കും. അന്ന് സംസാര വകയിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്കറിയുന്ന അക്ഷരങ്ങൾ വെച്ചിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താണ് ഈ കോണ്ടെക്സ്റ്റ്, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കാൻ കാരണം, ഇങ്ങനെ പതുക്കെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പഠിപ്പിച്ചു. ആ ഇന്ററാക്ഷനിലൂടെ തന്നെ ആളുകളും ഞാനും തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ടായി. ആ കെമിസ്ട്രിയാണ് എന്റെ ലൈഫിന്റെ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ കാരണം. എന്തുമാത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും ഉപ്പയും ഉമ്മയും കുറിച്ച് പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പലപ്പോഴും മാനസികമായിട്ട് തളർന്നു പോവുകയാണ് പതിവ്. അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് ഒരിക്കലും സ്നേഹം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ആയിരിക്കില്ല. പക്ഷെ എങ്ങനെ അവനെ സമൂഹത്തിൽ
സമൂഹത്തിൽ കാണിക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒന്ന് ഒപ്പം കൊണ്ടുപോകും എന്ന കാര്യത്തിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സ് മിക്കവരും എന്ന് പറയുന്നത്. അവരിൽ നിന്ന് വളരെ വ്യത്യസ്തരായി ചിന്തിച്ച, വ്യത്യസ്തരായി പ്രവർത്തിച്ചവരാണ് അമലിന്റെ പാരന്റ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇത്ര നേരം സംസാരിച്ച അതിൽ നിന്ന്. എന്താണ് അവരെ പറ്റി പറയൂ ഇനി? അവരാണ് എന്റെ എല്ലാ വളർച്ചക്കും എല്ലാ ഉയർച്ചക്കും പിന്നില്. കാരണം എന്റെ പെരുമാറ്റ വൈകല്യം അടക്കമുള്ള വൈകല്യം, ഞാൻ 7 വയസ്സുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷനൊക്കെ അന്നുണ്ടല്ലോ, ഉമ്മച്ചിന്റെ മുടി പിടിച്ച് വലിക്കും. മുടി പിടിച്ച് വലിച്ചിട്ട് പിന്നെ ഭയങ്കര പെയിനാണ് വലിക്കുമ്പോ. അപ്പൊ എല്ലാരും പറയും അവനൊന്ന് കൊടുത്തൂടെ, അവനൊന്ന് തല്ലിക്കൂടെ, അവനൊന്ന് ചീത്ത പറഞ്ഞു. അപ്പൊ ഉമ്മച്ചി പറഞ്ഞ കാര്യം എന്റെ മടിയിലേക്ക് തല വെച്ച് തരും. അന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കും, അന്നിങ്ങനെ നമ്മൾ പ്രശ്നഭരിതമായിട്ട് നിൽക്കുന്ന ഒരു കോണ്ടക്സ്റ്റിലേക്ക് ഉപ്പച്ചി കയറി വന്നിട്ട് ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ടൊന്നും സംസാരിക്കൂല. എന്നിട്ട് എന്ത് ചെയ്യും, എന്നെ തോളിലേക്ക് കടത്തിയിട്ട് എന്നെ അങ്ങാടിയിലേക്ക് കൊണ്ടുനടക്കും. ഉപ്പച്ചി പോകുന്ന സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുനടക്കും. അവിടുന്ന് നീ എന്താ ഉമ്മാനെ അങ്ങനെ കാട്ടിയത്, നീ എന്താ ഉമ്മാനെ ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒന്നും ചോദിക്കൂല. നേരെ ആളുകളെ എടുത്തിട്ടാണ് കൊണ്ടുപോവുക. ആളുകളെ എടുത്ത് ഈ അങ്കിളിന്റെ പേരെന്താ ചോദിച്ചു വെക്കുക, ഈ അങ്കിൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു വെക്കുക, ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാനോ. അന്ന് ഉപ്പയും ഉമ്മയും എന്നോട് വേറെ രീതിയിലാണ് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ അമൽ ഇക്ബാൽ എന്നുള്ള ഒരു എന്താ പറയാ വ്യക്തി ഇന്നില്ല. അപ്പൊ നമ്മള് മക്കളെ കൂടെ നിൽക്കാന്നുള്ള. പിന്നെ പാരന്റ്സ് പരമാവധി പുറത്തേക്ക് എത്തിക്കാത്തതിന്റെ ഒരു കാരണം നമ്മള് സൊസൈറ്റി തന്നെയാണ്. കാരണം ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരി ആയിട്ടുള്ള ഒരു കുട്ടി ഇവിടെ ജനിക്കുമ്പോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്. അത് അവരുടെ ആക്സസിബിൾ കാര്യങ്ങളായിക്കോട്ടെ, അവരെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, കാനഡ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹൗസിങ്, അവർക്ക് ഒരു വീടുണ്ടാക്കുമ്പോൾ അവരെ സ്ട്രക്ചറും അവരെ ബോഡി മെക്കാനിക്സും അവർക്ക് എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങളെ കേരളത്തില് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരളത്തില് നമുക്ക് വേണ്ടിയിട്ട് ഭിന്നശേഷി സൗഹൃദം എന്ന് പറയെങ്കിലും വാഗൊണ്ട് പറയെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. പദ്ധതികൾ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് പോവും. നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരു സ്ട്രക്ചർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു ഭിന്നശേഷിക്കാരന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റിംഗ് മാത്രമല്ല വേണ്ടത്, അതിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അവന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണം, അല്ലെങ്കിൽ അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണം, കുട്ടിയും കൊണ്ട് പാരന്റിന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണം. ആ തോന്നൽ ഉണ്ടാക്കലാണ് സൊസൈറ്റിന്റെ ഒരു ഉത്തരവാദിത്വം തന്നെ. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഒരുപാട് ലോകം മാറി, പ്രത്യേകിച്ച് പുതുതലമുറ. നമ്മളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറാണ്. ഏത് സർക്കാർ ആയിക്കോട്ടെ, ഏത് സംഘടനകളായിക്കോട്ടെ, ഏത് വിഭാഗത്തിലുള്ള ആളുകളായിക്കോട്ടെ, നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മൾ നമ്മളെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടേയിരിക്കാം. ഇവിടെ ഇങ്ങനെ സിസ്റ്റം എന്തായാലും ഇങ്ങനെ, പക്ഷെ സിസ്റ്റത്തെ നേരൊക്കെ നമ്മൾ ഇറങ്ങണം. ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇത് പരസ്പരം ഇന്റർലിങ്ക്ഡ് ആണ്, ബന്ധപ്പെട്ട് കിടക്കാണ്. അപ്പൊ ഒന്ന് അൺകറക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻകറക്റ്റഡ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം പുറത്തേക്ക് മക്കളെ കൊണ്ടുപോകാന്നുള്ള. അപ്പൊ കുറെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. എന്തിനാ ഈ കുട്ടിനെ അങ്ങനെ നടത്തിച്ചിട്ട്, എത്ര കാലം ഈ കുട്ടിനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ വേറെ എവിടെയും കൊണ്ടുവന്നാക്കിക്കൂടെ, അതിന് എത്ര കാലം അതിനെ നോക്കാൻ പറ്റുക എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നിപ്പിക്കും. തന്റെ പരിമിതികളെയെല്ലാം കീഴടക്കി നേട്ടങ്ങൾ കൊയ്യുന്ന കേരള യുവജന കമ്മീഷന്റെ 2025-26 യുവപ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇഖ്ബാലുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഒപ്പമുണ്ടായിരുന്നത് ഫെറിൻ. ഈ പരിപാടിയുടെ തുടർഭാഗമുണ്ട്, അത് അടുത്ത യുവവാണിയിൽ. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
യുവവാണി സമാപിക്കുന്നു.